എൻ്റെ ഈ വീഡിയോ ഞാൻ ക്രിസംഖ്യകൾക്കും മനസ്സിൽ രോഗമുള്ള ക്രിസ്ത്യാനികളായ ചില പാതിരിമാരും ചില ആളുകൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. മുഴുവൻ ആളുകൾക്കല്ല എന്ന് ആദ്യം തന്നെ ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എനിക്ക് ഇഷ്ടം പോലെ ചങ്ങായിമാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികളായ മനസ്സിൽ രോഗമുള്ള ഇസ്ലാമിനോട് വൈരാഗ്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എന്താണ്? നിങ്ങൾ വിചാരിച്ചത് ഇല്ലാത്തൊരു സ്റ്റോറി, കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കാത്തൊരു കാര്യം അത് നിങ്ങളുടെ എല്ലാ ചർച്ചുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾ അത് മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളെ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് നിങ്ങൾ ലാൻഡ് ജിഹാദ്, മറ്റേ ജിഹാദ്, എന്തെല്ലാം ജിഹാദാണോ നിങ്ങൾക്ക് പറയാൻ കിട്ടിയതും എല്ലാ ജിഹാദുകളും നിങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തിന്? നിങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട്. രക്ഷപ്പെടൂല കൂട്ടരെ. നിങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിഷമമുണ്ട്, പക്ഷെ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കും, രക്ഷപ്പെടുകയില്ല. കേട്ടു നോക്കൂ. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയം പൊളിച്ചു നീക്കി. ബിലാസ്പൂരിലാണ് ആരാധനാലയവും വീടും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതിനാലാണ് നടപടി എന്നാണ് വിശദീകരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ അനധികൃത നിർമ്മാണമാണ് നടപടിക്ക് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടല്ലോ, വിഷമം തോന്നുന്നുണ്ടോ സഹോദരന്മാരെ? നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ? തോന്നണം. ഇതേപോലെയുള്ള വിഷമമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് ബിലാസ്പൂരിൽ എന്ന പ്രദേശത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടമാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ ആരാധനാലയം തൊട്ടടുത്തുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. രജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദു സംഘടനകൾ നേരത്തെ പോലീസിലും ഒപ്പം തന്നെ ഗ്രാമമുഖ്യനും മതപരിവർത്തനം ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ള പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ചിലർ ഇവിടെ എത്തി അന്വേഷണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും ഈ തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു എന്നും ഇവിടെ എത്തിയ അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇവർ മൊഴി നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ നിൽക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.